എല്ലാവർക്കും നമസ്കാരം. കോൺഫിഡൻ്റ് ആവുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണല്ലേ. ഏതൊരാളെ കോൺഫിഡൻ്റ് ആയിട്ടും സംസാരിക്കണം കാണുമ്പോൾ നമുക്ക് അതൊരു കൗതുകമാണ്, അല്ലെങ്കിൽ നമുക്ക് അവരോട് റെസ്പെക്ട് തോന്നൂലേ, ഇവരെങ്ങനെയാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പം നമ്മൾ ഈ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡെവലപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവരിൽ ഉള്ള 7 ഹാബിറ്റ്സ് ആണ് ഇന്നവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 7 ഹാബിറ്റ്സ് നമ്മളൊന്ന് പഠിച്ചെടുത്താൽ നമ്മളും കോൺഫിഡൻ്റ് ആവും. കാരണം ഇന്നത്തെ ലോകത്ത് സ്മാർട്ടായ ആൾക്കാരെ എല്ലായിടത്തും ആവശ്യമുള്ളൂ. ഈ നാണംകുണികളായിട്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. നമ്മുടേതായൊരു സിഗ്നേച്ചർ ഈ ഭൂമിയിൽ ഇടണമെന്നുണ്ടെങ്കിൽ വളരെ ആക്റ്റീവായിരിക്കണം, വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മൾ പറയുന്ന എന്തൊരു കാര്യം ചിലപ്പോൾ പൊട്ടത്തെറ്റായിരിക്കും, പക്ഷെ അത് കോൺഫിഡൻറ്റോടുകൂടി പറയുമ്പോൾ ചിലപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അല്ലെ. ഇൻ്റർവ്യൂവിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ ഒരു സെൻസിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ ജോലി കൊടുക്കുക. വളരെ മണ്ടത്തരം വിളിച്ച് പറഞ്ഞാലും അത് കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞേക്കുമ്പോൾ അവർക്ക് ഓക്കെ, ഈ ആൾക്ക് ഈ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു കഴിവുണ്ട് എന്ന് അറ്റ്ലീസ്റ്റ് അവർ വിചാരിക്കും. ഓക്കെ, എല്ലാവരും അങ്ങനെ ഇൻ്റർവ്യൂവിന് എടുക്കണം എന്നില്ല, പക്ഷെ ആ കോൺഫിഡൻറ്റിൻ്റെ ആ ഒരു തലത്തിൽ നിന്ന് നമ്മൾ ഇത്തിരി പേടിച്ച് പറിച്ച് കറക്റ്റ് ആൻസർ പറയുമ്പോൾ അത് അവർക്ക് ചിലപ്പോൾ സൂഹിക്കണമെന്നില്ല അല്ലേ. അവർ വിചാരിക്കും ഓക്കെ, വലിയ ഗുണമില്ല, ആൾക്കാരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഇത്രയും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ 7 ഹാബിറ്റ്സ് ഓഫ് കോൺഫിഡൻറ്റ് പീപ്പിൾ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ കോൺകർ പാസ്റ്റ് എന്നാണ്. നിങ്ങളുടെ പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ മണ്ടനെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, ഇങ്ങനെ കുറേ പാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ അതെല്ലാം അവിടെ വിടുക. അത് പാസ്റ്റാണ്, അത് പാസ്റ്റിൽ സംഭവിച്ച കാര്യമാണ്. അതിനെ കോൺകർ ചെയ്യുക എന്നുള്ളതാണ്, അതിനെ ഓവർകം ചെയ്യുക. അതിനെ നല്ലതല്ലെങ്കിൽ അത് ഓർക്കാണ്ടിരിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ അവരുടെ തെറ്റും കാര്യങ്ങളും അവർ വന്ന വഴി മറക്കില്ലായിരിക്കും, പക്ഷേ അവരതിൽ തന്നെ സ്റ്റക്കായി നിൽക്കില്ല, അവരത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ സ്കിൽ ഡെവലപ്പ് ചെയ്യും. നല്ല നല്ല വാല്യൂസ് അവർ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കും, ഈ പറയുന്ന കമ്പാഷൻ കാര്യങ്ങളൊക്കെ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കമ്പാഷനാണ്. കമ്പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് മാത്രമല്ല, നമുക്ക് നമ്മളോട് തന്നെ ഒരു അനുകമ്പ അല്ലെങ്കിൽ നമ്മളോട് തന്നെ ഒരു കമ്പാഷൻ വേണം. നമ്മൾ എല്ലാത്തിലും പെർഫെക്റ്റ് ആണ് എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഈ ഒരു മനുഷ്യനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ലായിരിക്കും അല്ലേ. നമുക്കും കുറച്ച് കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ള ആളുകളെ വെച്ചിട്ട് നമുക്കത് പെർഫെക്റ്റ് ആക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ ആൻസറും നമുക്ക് അറിയണമെന്നില്ല, എല്ലാ കാര്യവും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല. ബീയിങ് ഇംപെർഫെക്റ്റ് ഈസ് ഓക്കെ. എല്ലാം ഇംപെർഫെക്റ്റ്, ചില കാര്യങ്ങൾ ഇംപെർഫെക്റ്റ് ആയിട്ട് ചെയ്യണോണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ ആ പറയുന്ന കമ്പാഷൻ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണം. അല്ലാതെ ഓക്കെ, അയ്യോ നിനക്ക് ഈ ആൻസർ അറിയില്ലല്ലോ, അപ്പോൾ നിനക്ക് കോൺഫിഡൻ്റ് ഇല്ല, നീ മന്ദബുദ്ധിയാണ് എന്നുള്ള തരത്തിൽ നമ്മളെ പറ്റി ചിന്തിക്കരുത്. ആ ആൻസർ അറിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാം, അത് വെച്ചിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാം. ഓക്കെ, അല്ലാതെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ന്യൂസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ജനറൽ നോളജ് മുഴുവൻ പഠിച്ച് നമ്മൾ ഭയങ്കര ഒരു എൻസൈക്ലോപീഡിയ ആവണം എന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെർട്ടനിറ്റി ആണ്. സെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ അവനറിയാം അവൻ്റെ ലിമിറ്റ്സ് എന്താണ്, അവൻ്റെ കാര്യങ്ങൾ എന്താണ് അവനിഷ്ടം, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് അറിയാം, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട ഇതൊക്കെ അറിയാം. ആ പറയുന്ന ആ ഒരു ലിമിറ്റ് കാര്യങ്ങൾ എല്ലാം ആ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്കറിയാം. അപ്പോൾ അവന് അറിയാം എവിടെ സ്റ്റോപ്പ് ചെയ്യണം, എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാംലി റെസ്പോണ്ടാണ്. വളരെ പതുക്കെ ആൾ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അതായത് എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ വളരെ എടുത്തു ചാടി അതിന് ഉത്തരം പറഞ്ഞ് അങ്ങനെയൊന്നുമല്ല, കാംലി റെസ്പോണ്ടാണ്. ആ പെരുമാറുന്ന ആ രീതിയിൽ തന്നെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. പറയുന്ന ആൻസർ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓക്കെ, ഇവൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത്. ആ കാംലി റെസ്പോണ്ട് ചെയ്യുക, ധൃതി പിടിക്കാണ്ട് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി ലേൺ ആണ്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും, എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ഈ ഹൈ വാല്യൂ സ്കില്ല് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാം, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും അല്ലേ. ലേണിംഗ് എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ നടക്കണ കാര്യമാണ്, അതിന് ഒരു പ്രായം ഒന്നും പ്രശ്നമല്ല. അപ്പോൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്, അവനിപ്പോൾ ഒരു ബിസിനസ് ആളാന്ന് വിചാരിക്കാം, ആ ബിസിനസ്സിൽ എന്തൊക്കെ നേടാം, എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കും എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യണം, പബ്ലിക് സ്പീക്കിങ്ങിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു വീഡിയോ കണ്ട് അത് അവസാനിപ്പിക്കാതെ, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ച് അവസാനിപ്പിക്കാതെ നിരന്തരമായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ളവർക്ക്, അതായത് കോൺഫിഡൻ്റ് ആയി നിൽക്കുന്ന ആളുകൾ ഇതെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. അവസാനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റന്റ് പ്രിപ്പറേഷൻ എന്നാണ് പറയുന്നത്. അതായത്
അവരെപ്പോഴും പ്രിപ്പയറും അല്ലെങ്കിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഡെയിലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെയിലി ഹാബിറ്റ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് കുഞ്ഞു കുഞ്ഞു കാര്യമായിരിക്കും. ഈ പറയുന്ന മെഡിറ്റേഷൻ ആയിരിക്കാം, ഈ പറയുന്ന എക്സസൈസ് ആയിരിക്കാം, ഈ പറയുന്ന മോട്ടിവേഷണൽ വീഡിയോസ് അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ബുക്സ് വായിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. എന്നാലും ഇതെല്ലാം ഡെയിലി ഹാബിറ്റാക്കി അവർ മാറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നവരാണ്. അങ്ങനെ 7 ഹാബിറ്റ്സ് ഓഫ് കോൺഫിഡൻറ്റ് പീപ്പിളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പം നമുക്കും ഒരു കോൺഫിഡൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഈ 7 കാര്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇതിലില്ലാത്തതുണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം, അല്ലേ? ഇന്ന് നമുക്ക് ഒരുപാട് വഴികളുണ്ട് ഡെവലപ്പ് ചെയ്ത്. സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യണത്. യൂട്യൂബ് ഉണ്ട്, ബുക്കുകളുണ്ട് നമ്മളെ സഹായിക്കാൻ, അല്ലേ? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സ്വയം ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് സ്വയം നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ളവർക്കാണ് ഈ ലോകത്തിൽ ഏറ്റവും നല്ല സ്ഥാനവും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ദിസ് ഈസ് ജോഷി മേനോൻ സൈനിങ് ഓഫ്.